ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി ജനറൽ സർവീസായിട്ട് വന്നതാണ്. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഈ ഒരു സർവീസും കൂടിയും ക്ലീൻ ചെയ്ത് കയറ്റാനുണ്ട്. കിടക്കുന്നത് കമ്പനി ലൈനർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കുന്നത്. മാക്സിമം നമ്മുടെ അതിൻ്റെ ഉപയോഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സർവീസും കൂടി നമുക്ക് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ക്യാമൊക്കെ ഒരു ഇത് ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റട്ടോ, ഗ്രീസ് ചെയ്ത് ഇടാം. പിന്നെ ബാക്കിലത്തെ ടയർ ഫുള്ള് തീർന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഈ സൈഡിലെ കട്ട നോക്കണ്ട, സെൻറ്ററിൽ ഒട്ടും പിടുത്തമില്ല, തീരെ മോശമായ ഒരവസ്ഥയിലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടൊരു പാളിച്ച വണ്ടിക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ എൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുന്നുണ്ട്. എയർ ഫിൽറ്റർ ക്ലച്ച് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, നമുക്ക് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. കമ്പനി ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത്, ഇപ്പോൾ തൽക്കാലം മാറ്റേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ക്ലച്ചിനകത്തും നമ്മൾ നോക്കുമ്പോൾ ക്ലച്ചിലും അത്യാവശ്യം ആ ബെൽറ്റ് വർക്ക് ചെയ്തിട്ടും ക്ലച്ച് ഷൂ കുറഞ്ഞാണ് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ, വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ എൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. അപ്പോൾ അത് നോക്കുമ്പോഴും സാധാരണ രീതിയിലുള്ള തേമാനമൊക്കെ ഉള്ളൂ. ബെൽറ്റിൻ്റെ കണ്ടീഷനും നല്ല ക്ലിയറാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കുന്നത്, കമ്പനി ബെൽറ്റ് കിടക്കുന്നത്. ക്ലച്ച് യൂണിറ്റും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെയും പെർഫോമൻസും വർക്കിങ്ങൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നും കേട്ടോ. ഈ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി ന്യായമായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. ഇവിടെയൊക്കെ അത്യാവശ്യം ഇവിടെ ഗ്രീസിൻ്റെ മയം കൂടുതലായിട്ട് കാണുന്നുണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടേക്കാം കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ആക്സിലേറ്റർ കേബിളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. കേബിളിൻ്റെ പ്ലേ ഒക്കെ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ബാറ്ററി പുതിയ ബാറ്ററിയാണ് ഇരിക്കണേ, 2024 മോഡലാണ്. എന്നാൽ പോലും നമ്മളതും കൂടി ഒന്ന് ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട്. കറക്റ്റ് ബാറ്ററിയുടെ സ്റ്റാറ്റസ് നമുക്ക് അറിയാനായിട്ട് പറ്റും ബാറ്ററി ചെക്കിലേക്ക് വിടുന്ന സമയത്ത്. കൂട്ടത്തേക്കൂടെ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. പുതിയ ബാറ്ററിയാണ്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററി കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല, കാരണം പുത്തൻ ബാറ്ററി തന്നെയാണ്, വാറണ്ടിയിലുള്ള ബാറ്ററിയാണ്, നിലവിൽ ഓക്കെയാണ്. എന്നാൽ സർവീസ് നമുക്ക് ബാറ്ററി ടെസ്റ്റും കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ അതുകൂടി ആഡ് ചെയ്തെന്നുള്ളൂ. പിന്നെ നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിലേക്ക് വന്ന 2 കേബിളുകളും ഔട്ടർ വലിയൊരു അവസ്ഥയാണ്. ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഈ കേബിളിൻ്റെ ഔട്ടർ പൊട്ടിയിരിക്കുക, ഇതും അതേപോലെ തന്നെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും സേഫ്. കാരണം എന്ന് വെച്ചാൽ ബ്രേക്ക് ഇപ്പോൾ തന്നെ ഓൾറെഡി ചെറിയൊരു ടൈറ്റ് പോലെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത സർവീസ് വരെയൊക്കെ ഓടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഫ്രണ്ട് ബ്രേക്ക് വരാം. അപ്പോൾ ലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിഡ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കൈയോടെ മാറ്റിയിടുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഫ്രണ്ട് ബോഡിയുടെ ഈ ഭാഗത്തൊക്കെ ഇടിയൊക്കെ ഇട്ടിട്ട് ചിളങ്ങിയേക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ ഉണ്ട് ഫ്രണ്ട് കേട്ടോ. ഫ്രണ്ട് വീലും ചെന്ന് ഇടിച്ചാണ് എൻ്റേതായിട്ടുള്ള ചെറിയൊരു ഈ അലൈൻമെൻറ്റിൽ ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കൂടിയാണ് ആ സൈഡിൽ ചെറിയൊരു വലിവ് പോലെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ എഞ്ചിൻ ഓയിൽ കേസൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ജസ്റ്റ് ചെക്ക് ചെയ്യാനൊക്കെ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്ത് പോയിട്ടുണ്ട്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. പ്ലഗ് ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. അപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ ഉള്ളൂ. നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത് ആ ഫ്രണ്ട് ബ്രേക്കിൻ്റെ 2 കേബിൾ അഴിച്ച് മാറ്റാമെന്നുള്ളതാണ്. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തി അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം കേട്ടോ.